ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ രാവിലെ 10 മണിക്ക് തന്നെ ഞങ്ങൾ ഗ്രോസറി പർച്ചേസിന് ഇറങ്ങി. ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, അതായത് ബർത്ത്ഡേ. ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. യൂഷ്വലി ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കും. അത് അത്രയുള്ള എൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്, നത്തിങ് മച്ച്. പക്ഷേ ഇന്ന് ഫ്രണ്ട്സിൻ്റെ എല്ലാം നിർബന്ധപ്രകാരം ഞാൻ ഇന്ന് വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് തന്നെ, അതായത് ബീഫ് റോസ്റ്റ്, പിന്നെ പ്രോൺ സ്പെഷ്യൽ, പിന്നെ ചിക്കൻ കറി, ഗീ റൈസ്, പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നു ബീഫ് BDF. അങ്ങനെ കുറേ സ്പെഷ്യലൊക്കെ നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. പക്ഷേ എന്താ പറയാനാ, അതൊരു ബർത്ത്ഡേ സെഷൻ ആയോ എന്ന് എനിക്ക് തോന്നി. കാരണം അറൗണ്ട് 4 to 5 hours നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അറ്റ് ദ സെയിം ഡേ നമുക്ക് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയ ഒരു ഫീലായിരുന്നു എനിക്ക്. ഞാൻ എക്സോസ്റ്റഡ് ആയി. ആൻഡ് എനിക്ക് നെക്സ്റ്റ് ഡേ എനിക്ക് വർക്കുണ്ട് ഡബിൾ. അതും കൂടി ആലോചിക്കുമ്പോൾ വലിയ തലവേദനയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ കുളിക്കാനായിട്ട് പോയി. പിന്നെ കുളി കഴിഞ്ഞു. പിന്നെ എനിക്ക് ഹെയർ സെറ്റ് ചെയ്യണം, എനിക്ക് മേക്കപ്പ് ഉണ്ട്, ഡ്രസ്സപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എല്ലാം ആ പ്രഹസനം. എനിക്ക് മറ്റുള്ളവരെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഞാൻ അവൾക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നത്തിങ് മച്ച്, ജസ്റ്റ് ഫ്രണ്ടിലൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. സാധനങ്ങളെടുത്ത് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു പോലെ എനിക്ക് 11 വിശപ്പിന്റെ വിളിയാണെന്ന് അറിയില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നീ ചോദിച്ചില്ല നിന്റെ മുടി എന്താ ഓയിലി ആവില്ലെന്ന്. അനന്ത ഇപ്പൊ വരും. എന്താ ലിപ്സ്റ്റിക്കാണ്? എത്ര കിട്ടിയാലും മതിയാവത്തില്ല. അത് ലിപ്സ്റ്റിക് ആണല്ലോ, അല്ലെങ്കിൽ ബാഗ്. ഞാൻ വാങ്ങുന്ന ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതെന്തെങ്കിലും ഇത് യൂട്യൂബിൽ വരും. നിനക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നത് അറിയോ? ഇത് അറ്റാച്ച്ഡ് ആണ് വന്നത്. ഇതില് ബലൂൺ വെക്കുന്ന സാധനം കണ്ടിട്ടേ ഇല്ല. ചോദിച്ചിട്ട് കാര്യമില്ല. അച്ചു എന്റെ ഫോണിങ് പാസ്. ഇതെന്റെ ഫ്രണ്ട് അച്ചു കേട്ടോ. മേക്കപ്പ് ഇട്ടേണ്ട ഡ്രസ് ഇടുന്ന ഞാൻ അങ്ങനെ ജാക്കറ്റ് ഒരുക്കും. ഇത് വേണോ റെഡ് ഇടണോ? അല്ല ലിപ്സ്റ്റിക് ഇടണോ റെഡ് ഇടണോ? ഇത് കൊള്ളാം. എന്റെ കണ്ട് പക്ഷെ ഇതില് ഇങ്ങനെയല്ല, അതെന്റെ ഐഫോൺ എടുത്ത് പറ. അല്ല, അവിടെ ലൈറ്റ് ഓവർ ആയിട്ടിരിക്കുന്നുണ്ട്. ഐഫോണിന്റെ ഓപ്ഷൻ ഇട്ടാകുമ്പോ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ആണോ? അതിന് ഭംഗി കുറവെന്നല്ല ഉദ്ദേശിച്ചത്. അപ്പൊ കാണുന്നവർ അതൊന്ന് ഓർത്ത് വെക്കുക. നേരിൽ ഇതിലും ഭംഗിയാ.
ചേച്ചി അപ്പൊ തന്നെ അഞ്ജലി ചേച്ചിയോ എനിക്ക് എത്ര പ്രായം ഉണ്ടടി എനിക്ക് എത്ര പ്രായം ഇവർക്ക് എത്ര പ്രായമുണ്ട് എന്തിനാ പിന്നെ അവളെ നമ്മള് ഗീത ചേച്ചി വിളിക്കാൻ അങ്ങനെയാണ് ഞാനും ഗീതുവിനെ ഗീതു എന്ന് വിളിച്ചു തുടങ്ങിയത്. അതാ ജോലി സ്ഥലം നിനക്കോ എന്നെ ഗീത ചേച്ചി എന്ന് വിളിക്കാൻ തോന്നോ? കണ്ടാലും തോന്നില്ല. ഞാൻ ഇതെണ്ണോ ഇതിട്ട് കഴിഞ്ഞാല് നമ്മൾ അടിച്ചു ബ്ലാക്ക് വെൽവെറ്റാ, അവിടെ റെഡ് അടിക്കില്ല. അഞ്ജിത വേറെ ലുക്കാട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. അതാ ഉദ്ദേശിച്ചത്. വേറെ ലുക്കാ തോന്നിയത്. ഹലോ, ഞാൻ ഇവിടെ സെഫോറയുണ്ട്. I hear the beat. It's in my chest. Got me feeling some kind of way. I confess the rhythm takes over. No room to rest. My heart's dancing. It's a love conquest. Oh, the melody. എനിക്കൊരു സമാധാനം. എന്റെ കഴുത്ത് കാണിച്ചേ, എന്റെ കഴുത്തൊന്നും മാറിയില്ലേ? ഞാൻ നമുക്ക് എവിടെ നിന്ന് വെച്ചിട്ട് ഫോട്ടോ അയച്ചു എയർപോർട്ടിൽ നിന്നാണ് എയർപോർട്ട്. നല്ല ടേസ്റ്റ്. Oh my god, guys, come on, let's go. നല്ല ടേസ്റ്റ്. ഈ പെൺകൂട്ടത്തിൽ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ആരെയാ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്റെ ഒരു വീഡിയോയില് ഈ മുതൽ വരാത്തെന്തെന്ന് മനസ്സിലായില്ലയോ? കൊണ്ടു മുറിഞ്ഞു. My spirit's unchained in the symphony of love. I am unafraid. Yeah, it's pumping so loud. It's the rhythm of love, baby, that I found when the music plays. Nothing else matters. It's my heart that obeys. Ready, 1, 2, 3, 4. Oh, yo, ഒരു minute. Okay, ready, 1, 2, 3, 4. Happy birthday to you. Happy birthday to you. Happy birthday, dear Gidu. Happy birthday to you. May the good God bless you. May the good God bless you. രാവിലെ 9 മണിക്കൂറൊക്കെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ആകെ ഞാനൊരു ചായ മാത്രമാണല്ലോ ഒന്ന് കുടിച്ചില്ല, വേറെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അത് രാവിലെ 2 ബ്രെഡും ഒരു ചായയും, അതിലായിരുന്നു ഫുള്ള് വർക്ക് ചെയ്ത് അത്രയും കിച്ചൺ പണിയെടുത്ത് എല്ലാം ഉള്ള എല്ലാ വിശപ്പും പോയി. എനിക്ക് ഇത്രയും ഫുഡ് കണ്ടിട്ട് എനിക്ക് വലിയ കൊതിയില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല, എനിക്ക് കഴിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ അത്യാവശ്യം ലൈറ്റായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളൂ. അതായത് വിശന്നിരുന്ന വിശപ്പ് പോയി, ആ അവസ്ഥയായിരുന്നു. എന്തായാലും ഫുഡ് ലെഫ്റ്റ് ഓവർ ഫുഡുണ്ട്. അപ്പം നാളെ എന്തായാലും കഴിച്ച്, നാളെ ടേസ്റ്റ് ഉണ്ട്, ഞാൻ ചിലപ്പോൾ കഴിക്കുമായിരിക്കും. എന്തായാലും നോക്കാം.
അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഒരേ ഒരു വിഷമമേ ഉള്ളൂ, എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്താൽ എനിക്ക് ഫോട്ടോസ് കിട്ടിയിട്ടില്ല. അത് ഇപ്പോൾ വീട്ടിലായത് കൊണ്ടിട്ടായിരിക്കും. നമുക്ക് പുറത്തിറങ്ങിയാലേ നല്ല ഫോട്ടോസൊക്കെ കിട്ടത്തുള്ളൂ. സോ എന്തായാലും ഞാൻ വൺ മോർ എല്ലാ ഡ്രസ്സ് ഇടും. പിന്നെ അങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങളെല്ലാവരും ടാറ്റ പറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. ഫോട്ടോസ് വേണ്ടേ? എത്തിയിട്ട് മെസ്സേജ് അയക്കട്ടോ. ബൈ. ഇതെനിക്ക് അഞ്ജിത എനിക്കൊരു സെഫോറയുടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു എനിക്ക് തന്നിരുന്നത്. അതിലെനിക്ക് ഒരു 30 അടുപ്പിച്ച് ഗിഫ്റ്റുകളുണ്ടായിരുന്നു. 24 27 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആവുന്നത് എനിക്കതിൽ ലിപ്സ്റ്റിക്ക് കാണുമ്പോഴായിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫെക്റ്റ് ഷെയ്ഡും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് മതിയായിരിക്കും, വേറെ ഒന്നും വേണ്ട. പക്ഷെ അതിൽ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റിൽ അതിൽ ട്രൈ ചെയ്യാത്ത ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പം അത്രയ്ക്കുള്ളൂ.